ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലെ കാലാണ്. രാവിലെ ദിക്റ്, ഉച്ചക്ക് ദിക്റ്, വൈകുന്നേരം ദിക്റ്, രാത്രി ദിക്റ് അല്ലേ? പെണ്ണുങ്ങളും ആണുങ്ങളും മുഴുവനും മൊബൈലിന്റെ മുമ്പിലാണ്. മൊബൈൽ സ്വലാത്ത്, മൊബൈൽ കുത്തുബൈത്ത്, മൊബൈൽ റാത്തീബ്, മൊബൈൽ വയല് ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. പക്ഷെ ഒരു കാര്യം എൻ്റെ സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, ആ കാരണത്താൽ സാധാരണയിൽ നമ്മൾ ചെല്ലി വരുന്ന ഒരമലും മുടങ്ങാൻ പാടില്ല. അത് മുടക്കിയിട്ട് ഒരു മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങൾ എത്ര വലിയ ദിക്റാണെങ്കിലും ചെല്ലിട്ടൊരു കാര്യമില്ല. നാം സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന അമല് ഏറ്റവും പുണ്യമുള്ളത് അതാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. ഇന്ന് അസ്മാഉൽ ഹുസ്ന, നാളെ ബദറയത്ത്, മറ്റന്നാളെ റിഫായ റാത്തീബ്, പിറ്റേ ദിവസം മുദീദി ഷെയ്ഖിന്റെ റാത്തീബ്, അതൊക്കെ ചൊല്ലിക്കോളി. പക്ഷേ ഒരു കാര്യം, അതിനേക്കാളും 10 മടങ്ങ് കൂലി സാധാരണയിൽ നമ്മളെല്ലാവരും ചെയ്തു വരുന്ന അമലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള അമല്, അള്ളാഹിൻ്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് കേട്ടോളൂ നിങ്ങൾ. അള്ളാഹിൻ്റെ പ്രവാചകര് പറയാണ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് സാധാരണ ഓരോരോ ദിവസവും ഇടവിടാതെ തുടരുന്ന വരുന്ന അമലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വകാന അഹബ്ബുദ്ദീനി ഇലൈഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മദാവ മസ്വാഹിബഹു അലൈഹി, അവൻ്റെ ജീവിതത്തിൽ അവൻ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ്. എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ജീവിതത്തിൽ അങ്ങനെ കുറച്ചുണ്ടാവണം. എന്ത്? എല്ലാ ദിവസവും മുടങ്ങാതെ കാത്തു സൂക്ഷിക്കുന്നത്. അത് മുടങ്ങാതെ, വേറെ അധികമൊന്നും നമ്മൾ ചെയ്യണ്ട. കുറേ ചെയ്ത് അടങ്ങാറാവണ്ട. ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. അതെന്ത് ചെയ്യാ? ഒരു ദിവസവും കളയാതെ കാത്തു സൂക്ഷിക്കുക. ഇപ്പൊ ഹദ്ദാദ് റാത്തീബ് ചെല്ലുന്ന ആളാണെങ്കിൽ എന്നും ഹദ്ദാദ് റാത്തീബില്ല, അത് കളയാതിരിക്കുക. അതേ പ്രകാരം തബാറക സൂറത്ത് ദിവസം ഓതേണ്ട സൂറത്താണ്, അത് മുടങ്ങരുത്. അതേ പ്രകാരം യാസീൻ എല്ലാ ദിവസവും ഓതേണ്ട സൂറത്താണ്, അത് മുടങ്ങരുത്. കിടക്കാൻ സമയത്ത് സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 34 വട്ടം ചൊല്ലി ഉറങ്ങിക്കോ ഫാത്തിമ എന്ന അള്ളാഹിന്റെ റസൂലിന്റെ പൊന്നുമോളോട് മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കണം സഹോദരികളെ, സഹോദരങ്ങളെ. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ഇങ്ങനെ സാധാരണയിൽ ഞാൻ ചെയ്തു വരുന്ന ദിക്റുകൾ ഇന്നതാണ് എന്ന് നമ്മളെല്ലാവരും തിട്ടപ്പെടുത്തണം. അല്ലാതെ എന്തൊക്കെ ചെല്ലും അങ്ങനൊന്നും പോരാ, അധികമൊന്നും വേണ്ട. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ, ളുഹൂറിന് ശേഷം ഞാൻ ഇന്നാലിന്റെ ദിക്ർ ചെല്ലാറുണ്ട്, അസർക്ക് ശേഷം ഞാൻ ഇന്നാലിന്റെ ദിക്റുകൾ പതിവാക്കാറുണ്ട്, മഗ്രിബിന് ശേഷം ഇന്നാലിന് ചെല്ലാറുണ്ട്, ഇശാ മഗ്രിബിന് തബാറക്ക യാസീൻ പോലുള്ള സൂറത്തുകൾ ഓതാറുണ്ട്, ഇശാന്റെ മുമ്പോ ശേഷം ഹദ്ദാദ് ചെല്ലാറുണ്ട്, ഇശാക്ക് ശേഷം ദിക്റുകൾ ചൊല്ലി തഹജ്ജുദ് ഞാൻ വിത്ർ നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, ളുഹ നിസ്കരിക്കാറുണ്ട് രാവിലെ. ഇങ്ങനെ ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഏറ്റവും വലിയ അമലതാണ്. അത് കെടാതെ കാത്തു സൂക്ഷിക്കുക. അത് ഞമ്മക്ക് ബോധമുള്ളിടത്തോളം കാലം അത് ഒഴിവാകരുത്. അപ്പൊ നിങ്ങളേക്കും ചിലപ്പോൾ ഒഴിവായി പോയാലോ? ഞാൻ രാത്രി സാധാരണ തബാറക ചെല്ലാറുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരിമാർ തീരുമ്പോൾ ചിന്തിക്കുന്നു, എൻ്റെ ഉപ്പമാര് സ്നേഹിതന്മാർ ചിന്തിക്കുന്നു, ഞാൻ എല്ലാ ദിവസവും തബാറക്ക ഓതാറുണ്ട്, യാസീൻ ഓതാറുണ്ട്, അതേ പ്രകാരം ഒരുപാട് ഇന്നാലിന്ന കാര്യങ്ങൾ ഞാൻ ദിനേന ചെല്ലാറുണ്ട്. പക്ഷേ മോൻ്റെ കല്യാണത്തിൻ്റെ ദിവസം ഞാൻ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടെന്ന്, പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ മുടങ്ങിപ്പോയി. പിന്നെ ചെല്ലാൻ വേണ്ടി പായിലിങ്ങനെ ഇരുന്നിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നേരം വെളുത്തപ്പോൾ അറിയണത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ഉറങ്ങിപ്പോയിക്കണം. അന്ന് ക്ഷീണായിരുന്നു. ഇന്നലെ ചെല്ലിയതാണ്, മിഞ്ഞാന്ന് ചെല്ലിയതാണ്, ഇന്നും ചെല്ലാൻ ആഗ്രഹിച്ചതാണ്, ഇതുവരെ തുടർച്ചയായി നടന്നു വന്നതാണ്. ശരീരത്തിന് പനി ബാധിച്ചിട്ടോ അസ്വസ്ഥത വന്നിട്ടോ മറന്നിട്ടോ ഇന്ന് മുടങ്ങിപ്പോയാൽ അള്ളാഹുവിൻ്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇദാ മരിളൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സഹീഹാ.
ഒരു ഹദീസ്. അതിൻ്റെ മുമ്പ് മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ്, രാത്രി ചെയ്യാറുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതെ അവൻ ഉറങ്ങിപ്പോയി. സാധാരണ ചെയ്യാറുള്ള കർമ്മമാണ്, പക്ഷെ എന്നും ചെയ്യത്തില്ല. ഉറങ്ങിപ്പോയി ക്ഷീണം എന്തോ മുടങ്ങിപ്പോയി. കൽപ്പിച്ചൂട്ടിയല്ല കേട്ടോ, കൽപ്പിച്ചൂട്ടിയല്ല. അറിയാതെ ഉറങ്ങിപ്പോയതോ, ക്ഷീണിച്ചു വന്ന് അവശനായി പോയതോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതോ, എന്തോ കാര്യത്താൽ മുടങ്ങിപ്പോയി. അങ്ങനെ നേരം വെളുത്ത് ഫഖറഅഹു മാ ബൈന സ്വലാത്തിൽ ഫജ്രി വദ്ദുഹ്രി, സുബൈന്റെയും ളുഹറിന്റെയും ഇടയിൽ അവൻ ചിന്തിച്ചു, പടച്ചോനെ എല്ലാ ദിവസവും ഞാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 101 വട്ടം പതിവാക്കാറുണ്ട്. ഇന്നലെ എനിക്ക് പനി ബാധിച്ച് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് പിറ്റത്തെ ദിവസം പകല് ആ ഇന്നലത്തവൻ ഖളാ വീട്ടിയാൽ രാത്രി അത് ചൊല്ലിയ കൂലി അവന്റെ കിതാബിൽ അല്ലാഹു എഴുതുമെന്ന് റസൂലുള്ളാഹി. അതാണ് പതിവാക്കുന്ന അമലിന്റെ പ്രത്യേകത. അതാണ് പതിവാക്കുന്ന അമലിന്റെ പ്രത്യേകത. ഒരിക്കലും കളയാതെ സൂക്ഷിക്കുന്ന ചില ദിക്റുകൾ, ഒരിക്കലും ഒഴിവാകാതെ പോകുന്ന ചില ദിക്റുകൾ എന്തെങ്കിലും കാരണങ്ങളാൽ മുടങ്ങിപ്പോയാൽ അത് പിന്നെ ഖളാ വീട്ടുക. പടച്ചോനെ ഇന്നലെ ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ, അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നലെ ചൊല്ലിയ അതേ കൂലി അള്ളാഹു തരും. അത് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചൊല്ലണ ദിക്റ് കിട്ടൂല. അതാ ഞാൻ പറഞ്ഞത്, ഓൺലൈനിലൂടെ കേൾക്ക, കാണ, ചൊല്ല, പക്ഷേ ഓരോ ദിവസം ഓരോരോ ദിക്റ് അതല്ല. അതിനൊന്നും നമ്മൾ വയ്യാതായാലും മറന്നാലൊന്നും കൂലിട്ടൂല. നേരെ മറിച്ച് നമ്മൾ പതിവാക്കുന്ന അമലുകൾ എല്ലാ ദിവസവും യാസീൻ ഓതാറുണ്ട്. ഇന്നലെ എന്തെന്നറിയില്ല, മറന്നുപോയി, പടച്ചോനെ ഇന്നലെ മറന്നുപോയി, ഇന്ന് യാസീൻ എടുത്ത് 2 ഓതി. ഇന്നലത്തതും ഇന്നത്തതും 2 ഓതി. എന്നാൽ അള്ളാഹു ഇന്നലെ ഓതിയ കൂലി നിനക്ക് തരും. ഇനി അതിന്റെ അത്ഭുതം, സാധാരണ പതിവാക്കി വരുന്ന കർമ്മങ്ങളുടെ അത്ഭുതം കേട്ടോ. നിസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്, ദിനേന ഒഴിവാക്കാറില്ല. എന്ത് വിഷമുണ്ടെങ്കിലും ഓടിയെത്തും ജമാഅത്തിന്. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേ പ്രകാരം ഖബലിയും ബഅദിയുമായ സുന്നത്തുകൾ ഒഴിവാക്കാറില്ല. അതേ പ്രകാരം അതിൻ്റെ ദിക്റുകൾ ഒഴിവാക്കാറില്ല. രാത്രിയുള്ള സുന്നത്തും വിത്റും ഒഴിവാക്കാറില്ല. യാസീനും തബാറക്കയും ഒഴിവാക്കാറില്ല. അദ്ദാദ് ഒഴിവാക്കാറില്ല. അങ്ങനെ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവനങ്ങ് കിടപ്പിലായാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ റബ്ബേ, കിടക്കപ്പായിൽ കിടന്ന് കഷ്ടപ്പെടുന്ന രോഗം ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളെ ബന്ധപ്പെട്ട ഒരാൾക്കും നൽകല്ല അല്ലാ. ഒരാൾക്കാട് വയ്യാതായി, ഒരു ഉദാഹരണം പറയാ, സ്ട്രോക്ക് വന്നു സങ്കല്പിച്ചോളി. ഇങ്ങനെ ഈ ബാത്ത് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാ, ബാങ്ക് കൊടുത്താൽ അയാൾ പള്ളിയേക്ക് ജമാഅത്തിന് വരും. വെജ്ജെങ്കിലും ഇടങ്ങാറായി കഷ്ടപ്പെട്ട് ജമാഅത്തിന് വരും. അതേ പ്രകാരം ഒരു ദിവസം പോലും അദ്ദാദ് മുടക്കൂല, യാസീനും തബാറക്കും മുടക്കാറില്ല, സുന്നത്തുകൾ മുടക്കാറില്ല. അങ്ങനെ ദിനേന കൃത്യമായി ചെയ്ത് സൂക്ഷിക്കുന്ന ചില കർമ്മങ്ങളുള്ള ഒരാൾക്ക് ഇന്ന് പെട്ടെന്നട് സുഖമില്ലാതായി, പ്രഷർ അടിച്ച് കയറിയിട്ടാണ് ബോധമില്ലാതായി. അയാൾ ഇങ്ങനെ കിടക്കുകയാണ്. എത്ര കൊല്ലാ കിടന്നറിയോ? 4 കൊല്ലം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ ഉദാഹരണം പറയാം. ആണ്ട് കിടപ്പിലായി. ഇപ്പൊ അയാൾ ഇങ്ങനെ കണ്ണിങ്ങനെ നീച്ച് നോക്കുന്നുണ്ട് എന്നല്ലാതെ വിലക്കെ പെരക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, നിസ്കരിക്കണില്ലേ? നിസ്കരിച്ചാന്ന് പറയാന്നല്ല, നിസ്കാരം ഒന്നുമില്ല. കാരണം എന്താ? രക്തം കയറി ആകെ അവസ്ഥ മാറിയതാണ്. അല്ലെ? ഉണ്ടാവൂലേ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ അള്ളാഹിന്റെ പ്രവാചകരെ പറയുന്ന ഒരു ഹദീസ് കേട്ടോളൂ. ഉമ്മമാരെ, രക്ഷിതാക്കളെ, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സഹീഹാ, ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നിലനിർത്തിയ കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്ത കൂലി അള്ളാഹു തരുമെന്ന് റസൂലുള്ളാഹി. 5 നേരം 2 കൊല്ലം ഒരാൾ കിടപ്പിലാകുകയാണെങ്കിൽ ആ 2 ജീവിതത്തിൽ അയാൾ കൃത്യമായി ജമാഅത്ത് കാത്തു സൂക്ഷിച്ചവനാണെങ്കിൽ ഈ 2 കൊല്ലം ജമാഅത്തിൽ പങ്കെടുത്ത കൂലി അള്ളാഹു അയാളെ കിതാബിൽ എഴുതും.